ഗയ്സ്, ഞാനാണ് റോക്കി, അതായത് ഈ വീട്ടിലെ പട്ടിക്കുട്ടൻ. ഇന്ന് എന്റെ കുളിക്കുന്ന ദിവസമാണ്. രാവിലെ അവളുമാരൊക്കെ തുടങ്ങി, അതായത് ചിന്നും പറ്റും ഈ റോക്കിയിലൊന്ന് കുളിപ്പിച്ച്. അപ്പൊ അച്ഛ എന്നെ കുളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത്. എനിക്ക് കുളിക്കുന്നതെന്ന് വെച്ചാൽ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും കുളിച്ച് കഴിയുമ്പോഴല്ലേ ഇച്ചിരി വൃത്തിയും വെടുപ്പൊക്കെ വരത്തുള്ളൂ. പക്ഷെ എനിക്ക് വെള്ളം മേത്തൊഴിക്കുന്ന ഇച്ചിരി അലർജി ആണെങ്കിലും സോപ്പിട്ട് പതപ്പിക്കുന്നത് അതിന്റെ സുഖം വേറെ ഒന്നാണ്. നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ എനിക്കത് മനസ്സിലാവും. ഇവളുമാര് മിക്ക ദിവസം അഞ്ചോലെ കുളിപ്പിച്ച് അഞ്ചു കുളിക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ ഇടുന്നു, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, അങ്ങനെ പല പരിപാടികൾ കാണിക്കാറുണ്ട്. എന്നാ ഞാനൊരു ദിവസം കുളിച്ചാൽ അതിന് വീഡിയോ എടുക്കാൻ ആളില്ല, ഞാൻ കുളിക്കുന്നത് കാണാൻ ആളില്ല. അത് വീഡിയോ എടുത്ത് എനിക്ക് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ സ്റ്റാറ്റസ് ഇടാൻ അതിന് ഒരൊറ്റ ആള് പോലും ഇവിടെ ഇല്ല. പിന്നെ ഞാനൊന്ന് കുളിച്ചൊന്ന് വീഡിയോ എടുക്കാൻ ഇവളുമാരോട് പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ണോടി, ഞാൻ കുളിക്കുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ നോക്ക്, ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എത്ര ലൈക്ക് ഷെയറും അതും എല്ലാം വരാൻ പോകുന്നത് കണ്ടങ്ങ് പഠിച്ചു. അഞ്ചൂര് മാത്രമല്ല ഇവിടെ സൗന്ദര്യവും അതും ഉള്ളത്, എനിക്കും നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്. കണ്ടോ, നിങ്ങൾ തന്നെ എന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കി, എന്നെ അത് സുന്ദര കുട്ടപ്പനായിട്ടാ ഞാൻ ഇരിക്കണേന്ന്. ആ നിഷ്കളങ്കമായ നോട്ടം തന്നെ മതി ഏതൊരാളുടെ ഹൃദയം തകരത്തുമാതിരിയുള്ള നോട്ടമാണ്. പക്ഷെ എന്റെ വീടിന്റെ അതിലേക്ക് ഞാൻ ആരെങ്കിലും പോയാൽ പിന്നെ ഞാൻ ആളെ വെച്ചെങ്കിലും കുരച്ചു ഓടിക്കും. ആ ഒരു പരിപാടിയിൽ ഞാൻ എനിക്കൊരു കോംപ്രമൈസ് ഒക്കെ. ഇനി അച്ചയുടെ വക കുറച്ച് സ്പാ എന്നൊക്കെ പറയാം, അതായത് സോപ്പിട്ട് അടിച്ച് കലക്കി തരുമ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പൊ സോപ്പിട്ട് അടിച്ച് കലക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി വെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വെള്ളം ചെറിയൊരു അലർജി ഉണ്ടെന്ന്. അപ്പൊ വെള്ളം ഒഴിച്ചതിന്റെ അലർജിയാണ് നിങ്ങളിപ്പോ കണ്ടത്. അങ്ങനെ കുളിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു, സോപ്പിട്ട് കഴിഞ്ഞു, മേത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അല്ല, നിങ്ങളെന്തിനാ നോക്കിക്കുന്നത്? നിങ്ങൾ ഇനി നിങ്ങളെ പണിക്ക് നോക്കോ. ഞാൻ എന്തായാലും കുളിച്ച് കഴിഞ്ഞു. ഇനി അമ്മയുടെ ഇത് കുറച്ച് ചോറും മേടിച്ച് കിടന്നാൽ ഉറങ്ങട്ടെ. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോകും.